പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ സുവിശേഷം സ്നാപകയോഹന്നാൻ്റെ ജനനം, വിശുദ്ധ ലൂക്കോസ് 1:57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് വിളിക്കാനൊരുങ്ങി അവൻ്റെ ബന്ധുക്കൾ. യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം എന്ന് അമ്മ എലിശുബ പുണ്യവതി. വചനം 59. അവൻ്റെ പിതാവായ സക്കറിയ യോഹന്നാൻ എന്ന ഈ പേര് നേരത്തെ തന്നെ എലിശുബയോട് പങ്കുവച്ചിരുന്നുവെന്ന് നാം ഈ വചനത്തിൽ മനസ്സിലാക്കുന്നു. ആ പങ്കുവച്ച സമയത്ത് നാവിൻ്റെ ബന്ധനം അഴിഞ്ഞില്ല എന്നതും എഴുത്തുപലക വരുത്തി അതിലെഴുതിയപ്പോൾ ബന്ധനം അഴിയുന്നതും സമാധാനമുണ്ടാകുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. സക്കറിയ എന്ന തന്നിഷ്ടത്തിലല്ല, യോഹന്നാൻ എന്ന ദൈവഹിതത്തിലാണ് കൃപ നിറയുന്നത് എന്നതാണ് ഇന്നത്തെ വായന. ഒരു പേരിൽ എന്തിരിക്കുന്നു? പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന സിനിമയിൽ സാമ്പത്തിക ഭദ്രതയുള്ള നായകൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു പ്രധാന പ്രശ്നം ഒരു പേരില്ല എന്നതാണ്. ഞാനീ കാണുന്ന സ്വപ്നമല്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം? ഒരു പേരില്ല എന്നുള്ളത് തന്നെയാ നമ്മുടെ പ്രശ്നം. ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരു പേരിൽ എന്തിരിക്കുന്നു? പലതും അടങ്ങിയിരിക്കുന്നു എന്നത് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ മലങ്കര എപ്പിസ്കോപ്പമാരുടെ പേരുകൾ കുടുംബപ്പേരോ ജനനപ്പേരോ പിന്നീടില്ല. ഗീവർഗീസ് മാർ തീമോത്തിയോസ്. ദൈവാലയത്തിൽ നേർച്ച കൊടുക്കുന്ന സാധനങ്ങളിൽ പേരെഴുതാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തൊരു മനോഹരമായ പാഠമാണ് മലങ്കര സഭയുടെ ഈ പേരിൻ്റെ പാരമ്പര്യം. സഭയിൽ മാമോദീസ സമയത്ത് ശ്രേഷ്ഠമായ പേരുകൾ ഇട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പേരിൽ പലതുമുണ്ടെന്ന് പരിശുദ്ധ ബൈബിൾ. യോഹന്നാൻ എന്ന നാമം യാഹ്വേയുടെ ദാനം, ദൈവത്തിൻ്റെ കൃപ, ഗോഡ്സ് ഗ്രേഷ്യസ്നെസ് എന്നു വായനയുള്ള പേരിന് യോഹന്നാൻ്റെ ജീവിതം കൊണ്ട് അതിനേക്കാൾ ആഴമുണ്ടെന്ന് പരിശുദ്ധ ബൈബിൾ. ഇന്നത്തെ ഒരു ചോദ്യം ഇതാണ്: ഇനി എത്ര കാലം ഈ ഭൂമിയിൽ അവശേഷിക്കുന്നു? ജനിച്ച ഉദ്ദേശം എന്ത്? ഒരു സാധാരണ പൗരൻ്റെ ജീവിതത്തിലെ പ്രധാന ദിനം ജന്മദിനം എന്ന് പറയും. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് 2 ദിനങ്ങളാണ് ജീവിതത്തിൽ പ്രധാനമായി ഉള്ളത്. 1 മാമോദീസ ദിനം, 2 എന്തിനായി ജനിച്ചു എന്ന് തിരിച്ചറിയുന്ന ദിനം, ദൈവവിളി ദിനം. മാമോദീസയിലെ പേര് ജന്മോദ്ദേശം വെളിപ്പെടുത്തുന്നുവെന്ന് സാരം. യോഹന്നാൻ പഴയ നിയമകാലത്തെ അവസാന പ്രവാചകൻ. കുഞ്ഞ് ജനിച്ചപ്പോൾ പിതാവായ സക്കറിയ തൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള സ്വപ്നം പറയുന്നു. ലൂക്കോസ് 1:76. കുഞ്ഞെ, നീ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവൻ്റെ മുമ്പേ പോകും. മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് സ്വപ്നങ്ങളില്ലെങ്കിൽ എത്ര കഴിവുള്ള മക്കളും ഒന്നുമാകില്ല എന്നൊരു വായന ഇതിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. മാമോദീസായിൽ തലത്തൊട്ടപ്പൻ്റെയും തലത്തൊട്ടമ്മയുടെയും അർത്ഥം നാം ഇവിടെയാണ് കൂടുതലായി ഗ്രഹിക്കുക. ബൈബിൾ യോഹന്നാനെ പറ്റി പറയുന്നത് സമാനതകളില്ലാത്ത വായനകളാണ്. അവൻ്റെ ജന്മോദ്ദേശം വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് വചനത്തിൽ കാണുക. 1 ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ തുള്ളിച്ചാടിയവൻ. 2 തൻ്റെ മാമോദീസായ്ക്ക് യേശു തിരഞ്ഞെടുത്ത വ്യക്തി. 3 സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് യേശു പഠിപ്പിച്ച വ്യക്തിത്വം. 4 ഒരു വനവാസിയെ പോലെ പ്രകൃതിയോടിണങ്ങി ജീവിച്ച വ്യക്തിത്വം. 5 കൺമുമ്പിൽ വന്നവരോടെല്ലാം മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞ വ്യക്തി. 6 യേശു പരശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അസൂയപ്പെടാതെ തൻ്റെ ശിഷ്യരെ അവൻ്റെ കൂടെ സന്തോഷത്തോടെ പറഞ്ഞുവിട്ട വ്യക്തിത്വം. 7 സത്യം വിളിച്ചു പറയുവാൻ ധൈര്യം കാട്ടിയ മനുഷ്യൻ. 8 തിരിച്ചറിഞ്ഞ സത്യത്തിനു വേണ്ടി നിലകൊണ്ടൊരു ധൈര്യശാലിയായ മനുഷ്യൻ.
9 ദൈവം നൽകിയ ആയുസ് സംതൃപ്തിയോടെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ. ചുരുക്കി പറഞ്ഞാൽ, ദൈവഹിതം നിവൃത്തിയാക്കപ്പെട്ടപ്പോൾ ലഭിച്ച ഒരു സമ്മാനം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു: ദൈവത്തിൻ്റെ കരം. ഒരു അനുഗ്രഹീത ജീവിതത്തെ ഒറ്റ വാക്കിൽ വിവരിക്കുന്ന പദം: കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.